അതല്ലേലും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അത് തലേ ദിവസമോ നമുക്ക് മുട്ടാറാവുമ്പോൾ പോയി മേടിക്കുക ആ പരിപാടിയില്ലേ, അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈസ്റ്ററിന് മുന്നുള്ള കുറച്ച് പർച്ചേസിങ് ആണ് ഇതൊക്കെ. അപ്പം തൊടുപുഴയുള്ള ക്രിസ്റ്റലിലെ ഷോപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറു ബേബി അതും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കാണാതെ ഓരോ സാധനങ്ങൾ എടുത്തിടുന്നുണ്ട് ട്രോളിയിലേക്ക്. പക്ഷേ അപ്പം തന്നെ ഞാൻ അതെടുത്ത് മാറ്റുകയും ചെയ്യും. കണ്ട അപ്പം തന്നെ എടുത്ത് മാറ്റും. കാരണം എൻ്റെ കണക്കിൽ പെട്ട സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഈ ഡ്രൈഡ് വെജിറ്റബിൾ ട്രൈ ചെയ്തേ വാങ്ങിച്ചുവേ. കുറച്ചേ വാങ്ങിച്ചുള്ളൂ. ഇത് കണ്ടപ്പം വാങ്ങിക്കാൻ തോന്നി. പിന്നെ കുറച്ച് മുന്തിരി കാര്യങ്ങൾ അങ്ങനെ അരീസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചു വീട്ടിലെത്തി. ഈ സാധനം ട്രൈ ചെയ്തു കേട്ടോ. ഇത് റീൽസിലൊക്കെ പറയുന്ന പോലെ അത്ര സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതാണ്. നമ്മൾ ഈ ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെ എല്ലാം ഒരേ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ വെണ്ടയ്ക്കുള്ള ഒരു വഴുവഴുപ്പ് അതിലുണ്ട്, അത് കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. ചുമ്മാ പിള്ളേർക്കൊക്കെ കഴിക്കാം കേട്ടോ. പക്ഷേ ഇത് ഒരിക്കലും ഇങ്ങനെ എണ്ണ തൊട്ടിട്ടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല കേട്ടോ. കാരണം അതിൽ കുറച്ച് എണ്ണമയൊക്കെ എനിക്ക് തോന്നിയായിരുന്നേ. അപ്പോൾ സംഭവം കിടുവാണ്. എന്തായാലും ട്രൈ ചെയ്തോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചോ. ഞാനിത് ഇപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ. ഞാനും ക്യാരറ്റ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ക്യാരറ്റ്, പിന്നെ പംകിൻ, ഈ മധുരമുള്ള സ്വീറ്റ് പൊട്ടറ്റോ, ഇങ്ങനെ മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി വൈകുന്നേരം പള്ളിയിലൊക്കെ പോകണം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ, സീ യു, നാളെ കാണാം.